നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞാട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെയും സുധീഷിന്റെയും ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിൽ പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഗുണ്ടാഭിലാഷിന്റെ കാറ് വന്ന് അവരെ തടയുന്ന. ഒരു നിമിഷം വേദ വിക്രത്തോട് പറഞ്ഞു, വിക്രം, ഇതാ ഗുണ്ടാഭിലാഷനും കൂട്ടരാന്ന് തോന്നേ, അവര് നമുക്കിട്ടുള്ള പണിയായിട്ടാ വന്നേക്കുന്നതെന്ന് തോന്നിയെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം വേദയോട് വിക്രം പറഞ്ഞു, അതെ, നീ ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ട് ഇറങ്ങി മാറി നിന്നോളാൻ പറയാണ്. വിക്രത്തെ എന്തേലും ചെയ്യുവോ? ഞാൻ നോക്കിക്കോളാം, ഒരു കാരണവശാലും നീ ഇങ്ങോട്ടേക്ക് വരണ്ട, നീ അങ്ങോട്ട് പോയിക്കോളാൻ പറയാണ്. പക്ഷെ വേദയ്ക്ക് അങ്ങോട്ട് മാറാൻ പറ്റുമോ? അങ്ങനെ ഗുണ്ടാഭിലാഷും കൂട്ടരും വിക്രത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇറങ്ങടാ ബൈക്ക് എന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് ബൈക്ക് നിർത്തി അങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്ത് വിക്രം വേദയോട് പറഞ്ഞു, നീ പൊയ്ക്കോ വേദ എന്ന് പറയണം. പക്ഷെ വേദയ്ക്ക് പോകാൻ കഴിയില്ല, വേദ അങ്ങോട്ട് മാറി നിന്നു. ഈ സമയത്ത് അവന്മാരെന്ത് ചെയ്യണം? വിക്രത്തെ നേരിടുവാണ്. അപ്പം വിക്രം സ്വാമി ആയതുകൊണ്ട് വിക്രം തിരിച്ചടിക്കുന്നില്ല. വെറുതെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൂടെന്നാണല്ലോ. അതുകൊണ്ട് വിക്രം എന്ത് ചെയ്യണം? നിന്നു കൊള്ളുവാണ് അവിടെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സഹിച്ചില്ല. കാരണം താൻ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് അഭിലാഷും കൂട്ടരും വന്നിരിക്കുന്നത്. അഭിലാഷ് പറഞ്ഞു, ഈ ഒരു നേരത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുവായിരുന്നടാ. നീ മലയ്ക്കും ആ മാലിട്ടിരിക്കുന്ന സ്വാമിയല്ലേ, അപ്പൊ നിനക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു നിമിഷത്തിനായിട്ട് കുറെ കാലമായി കാത്തിരിക്കുന്നേ. അല്ലാ നിന്നെ കിട്ടില്ല എന്നറിയാം, പക്ഷെ ഇത് പറ്റിയ സമയടാ. നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ല. കുറെ നാളായി നിന്നെ ഒന്ന് കൈ കിട്ടണമെന്ന് കരുതിയിരിക്കുന്നേ. ഈ സമയം വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേദ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്നറിയാം. കാരണം അത്രയും ഗുണ്ടകളുടെ ഇടയിലേക്ക് താൻ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെയെങ്ങും ഒരു മനുഷ്യന്മാരെ പോലും കാണുന്നുമില്ല ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പറയാനായിട്ട്. അങ്ങനെ അവനെ അവിടെ ഇട്ട് വിക്രത്തെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുകയാണ് വടിയും കൊണ്ടൊക്കെ. അപ്പോഴേക്കാണ് വേദ ആ കാഴ്ച കാണുന്നത്. അഭിലാഷ് വണ്ടിക്കകത്തേക്ക് പോയിട്ട് അതിനകത്തുനിന്ന് വടിവാളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. വേദയ്ക്ക് മനസ്സിലായി വിക്രത്തെ ഉപദ്രവിക്കാനുള്ള വരവാന്ന്. താൻ മാറി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ വേദ ഒന്നും നോക്കിയില്ല, സർവ്വശക്തി സംഭരിച്ച് ഒറ്റ ഓട്ടമായിരുന്നു. ഓടി വന്ന് വിക്രത്തിന്റെ ദേഹത്തേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു. കാരണം വീണ് കിടക്കുന്ന വിക്രത്തെ വെട്ടി പരിക്കേൽപ്പിച്ച് തീർക്കാന്നുള്ളതായിരുന്നു അവന്മാരുടെ ലക്ഷ്യം. പക്ഷെ വേദ വന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടാഭിലാഷം ഒരു നിമിഷം ഒന്ന് പതറി. ആ സമയത്ത് അഭിലാഷം പറഞ്ഞു, മാറിന്റെ അങ്ങോട്ടെന്ന് പറയണ. പക്ഷെ വേദ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. വേദ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മാറില്ല, വിക്രത്തെ ഇനി ഒരു പോർല പോലെ ഏൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അഭിലാഷ് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അന്ന് ഞങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞല്ലേ ഇവനെയും കൊണ്ട്. അന്നേ ഞങ്ങൾ നോട്ടം ഇട്ട് വെച്ചിരിക്കുവായിരുന്നടി. നീ ആരാന്നാ നിന്റെ വിചാരം? വലിയ ഉണ്ണി അറച്ചാന്നാ? നിനക്കൊട്ടുള്ള പണി ഞാൻ തരാൻ പോവാ, പിടിച്ചു മാറ്റട ഇവളെന്ന് പറയണം. പക്ഷെ വേദയുടെ കയ്യെ പിടിച്ചെങ്കിലും വേദ കൂട്ടാക്കില്ല. വിടാനും പറഞ്ഞ് കുതറി നിൽക്കുവാണ്. എന്തൊക്കെ സംഭവിച്ചാലും താൻ ഇവിടെ കിടന്ന് മരിച്ചാലും താൻ വിക്രത്തെ വിട്ടു പോവില്ല എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് വേദ വിക്രത്തിന്റെ ദേഹത്ത് പതുങ്ങി കിടക്കണേ. ഈ സമയത്ത് ഗുണ്ടാഭിലാഷ് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാടി, അത്രയ്ക്ക് നിനക്ക് ധൈര്യമോ എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ച് വലിച്ചു പോക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആ കയ്യിലേക്ക് ഒരു പിടുത്തം വീണു. അത് വാസവന്റെ ആയിരുന്നു. അപ്പൊ വാസവന് വിക്രത്തിനുള്ള പണി കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അവന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റിവിടുകയാണ്. കാരണം ശ്രീകാന്തിന്റെ പെങ്ങളാ വേദ. എന്തേലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് മാത്രമാണ് വാസവൻ വേണ്ടാന്ന് വിലക്കിയത്. പിന്നീട് വേദയോട് പറഞ്ഞു, ഭർത്താവിനെ രക്ഷിക്കാനായിട്ട്, ഓ കൊള്ളാം, തനിക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താവിനൊരു പോർല പോലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പതിവ്രതയായ ഭാര്യ കൊള്ളാം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇവനോടുള്ള പ്രേമമാണോ പ്രണയമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ രൂക്ഷമായിട്ട് വാസവനെ നോക്കി. അപ്പോഴേക്കും വിക്രം പതുക്കെ ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. വേദ വിക്രത്തെ പിടിച്ചെഴുന്നേപ്പിച്ചു. പിന്നീട് വാസവൻ പറഞ്ഞു, രക്ഷപ്പെട്ടെന്ന് നീ ഒന്നും കരുതണ്ട, നിനക്കിട്ടുള്ള പണിയൊക്കെ പിന്നാലെ വരുന്നുണ്ട് വിക്രം. അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എന്റെ മകനെ നീ കൊല്ലാക്കൊല്ലി ചെയ്തിട്ടാണ്. അപ്പൊ പിന്നെ ഞാനത് പൊറുക്കുന്നു മറക്കുന്നു നീ കരുതിയോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്ക് ഒരിക്കലും വേണ്ട മോനെ. നിന്നെ എന്റെ കയ്യിൽ ഒതുക്കത്തിൽ കിട്ടും. ഇപ്പോഴല്ലെങ്കിൽ ഇവളില്ലാത്തൊരു സമയം നോക്കി നിന്നെ കൈ കിട്ടും. ആ സമയത്ത് നിനക്കിട്ട് പണി തന്നോളാന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ, മലയ്ക്കും ആ മാലയിട്ട സമയത്തല്ല അതിങ്ങനെ അതിക്രമമായിട്ട് മുന്നോട്ട് വരണ്ടേ. ആ സമയം വേദ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോഴല്ല വരേണ്ടിയിരുന്നേ. ഓ, നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റോ? അതെ, ചങ്കൂറ്റം തന്നെയാ. അത് വിക്രം ഇപ്പൊ തിരിച്ചടിക്കില്ലെന്ന് കണ്ടിട്ടല്ലേ നീയൊക്കെ ആക്രമിക്കാൻ വന്നേ. ആണാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് വിക്രം മാലി ഉരി കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് നോക്കാന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വാസവൻ അഭിലാഷിനോട് പറഞ്ഞു, കണ്ടോടാ അവളുടെ ശൗര്യം എന്താന്ന്. കണ്ടില്ലേ, ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ പതിവ്രതയായ ഭാര്യയുടെ ശൗര്യം ആ കാണുന്നത്.
പിന്നീട് വേദയോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടീ, നിന്റെ ഭർത്താവിനെ അധികം വൈകാതെ എന്റെ കൈ കിട്ടും. ഇപ്പൊ നീ വെല്ലുവിളിച്ചില്ലേ, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷിനും കുട്ടയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. വേദ പതുക്കെ വിക്രത്തിനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. എന്നിട്ട് ചോദിച്ചു, ഒത്തിരി ഉപദ്രവിച്ച് അവരില്ലേന്ന് ചോദിക്കുകയാണ്. വിക്രമന് അത് സാരമില്ല, ഞാൻ കാണുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് വേദ കരയുവാണ്. ഈ സമയത്ത് വിക്രം പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കരയണെന്ന് ചോദിക്കുക. അല്ല, ഞാനെല്ലാം നിർബന്ധിച്ച് വിക്രത്തെ കൊണ്ട് മലയ്ക്ക് പോകാൻ മാല ഇടിച്ചേ. ഒരു പക്ഷെ മാല ഇട്ടില്ലായിരുന്നെങ്കിൽ വിക്രം ഇപ്പൊ അവരെ നേരിട്ടേനും. ഒരു നിമിഷം എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ, വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സ്വസ്ഥത സമാധാനം കിട്ടുമോ? പിന്നെ എനിക്ക് ഒരിക്കലും സ്വസ്ഥത സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടവൻ വിക്രം അത്ഭുതത്തോടു കൂടി വേദയെ നോക്കുകയാണ്. കാരണം വേദയുടെ മനസ്സിൽ വിക്രത്തോടുള്ള സ്നേഹമുണ്ട്. വിക്രം വേദയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സങ്കടപ്പെടുകയൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് നീ വിഷമിക്കൊന്നും വേണ്ട, എനിക്കൊന്നും സംഭവിച്ചൊന്നും ഇല്ലല്ലോ. പിന്നീട് വിക്രത്തെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ച് വേദ. എന്നിട്ട് പറഞ്ഞു, ബാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് നടത്തിക്കുവാണ്. ദേ, ബൈക്കൊന്നും എടുക്കണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയണം. പിന്നെ നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ മതി, അതിനുള്ള പരിക്കളും കാര്യങ്ങളൊന്നും ഇല്ല, സാരില്ല എന്നൊക്കെ പറയണം. പക്ഷെ വേദ സമ്മതിച്ചില്ല. അങ്ങനെ വിക്രത്തെയും കൂട്ടി ഒരു ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നത്. ഈ സമയത്ത് വേദയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം വീട്ടിൽ എന്ത് പറയും? വേദ വിക്രത്തോട് പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ പറയണ്ട. അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സങ്കടം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണ്ടെന്ന് പറയണ. വിക്രം പറഞ്ഞു, അത് പിന്നെ കൂടുതലായിട്ടും വിക്രമൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിക്രത്തെ താങ്ങി പിടിച്ചോണ്ടാണ് വേദ അകത്തേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കമല ഇറങ്ങി ചെന്നു. ഇതെന്ത് പറ്റി മോളെ വിക്രത്തിന് എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് പിന്നെ വരുന്ന വഴിയുടെ ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയാണ്. ആക്സിഡന്റോ? എന്ത് പറ്റി? എന്റെ ഭഗവാനെ, ഒരു കുഴപ്പമില്ലാതിരുന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമലയും കൂടെ കൂടി ചേർന്ന് പിടിച്ചങ്ങോട്ട് കൊണ്ടേ ഇരുത്തുവാണ് അകത്തേക്ക്. ഈ സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനിക്ക് ഈ കാഴ്ച കാണാൻ ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ശ്രീജ വിശ്വമൊക്കെ വന്നു. വിശ്വം വന്നിട്ട് ചോദിച്ചു, എന്താടാ നിനക്കിത് എന്ത് പറ്റിയത്? എന്ത് ആക്സിഡന്റ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം നന്ദിനി പറഞ്ഞു, കണ്ടിട്ട് ഇത് ആക്സിഡന്റ് ഒന്നും ആയെന്ന് തോന്നില്ലല്ലോ, എവിടെയോ തല്ലുണ്ടാക്കിയതാന്ന് തോന്നേ, സത്യം പറയടാ, നീ തല്ലുണ്ടാക്കിയതല്ലേന്ന് ചോദിക്കുക. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഈ നന്ദിനി അടുത്തേക്ക് ഇതെന്താ പറഞ്ഞെന്താ, തലയിലേക്ക് കയറില്ല എന്നൊക്കെ ചോദിച്ചു. വേദ ദേഷ്യപ്പെടുവാണ്. തൽക്കാലത്തേക്ക് അമ്മയും അച്ഛനൊന്നും അറിയിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയണേ. ആ സമയത്ത് കമൽ പറഞ്ഞു, സത്യം പറയട മോനെ, നിനക്കിത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, ഞാൻ പറയാന്ന് പറയണം. വേദ വിക്രം എന്ന് വിളിച്ചു. ആ സമയം വിക്രം പറഞ്ഞു, മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞ പിന്നെ കള്ളം പറയലെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ, അതുകൊണ്ട് സത്യം തന്നെ പറയാം. ഞാനും വേദയും കൂടെ ക്ഷേത്രത്തിൽ പോയി മടങ്ങും വഴി ഗുണ്ടാഭിലാഷം കൂട്ടി ആക്രമിച്ചെന്ന് പറയാണ്. ആക്രമിച്ചെന്നോ? വല്ലാത്തൊരു ടെൻഷനായിപ്പോയി കമലയ്ക്ക്. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എന്നിട്ട് എന്താ പറ്റിയത്? അപ്പോഴേക്കും വേദ പറഞ്ഞു, വിക്രം മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ, അതുകൊണ്ട് വിക്രം അവരെ ഒന്നും ചെയ്തില്ല. അല്ലായിരുന്നെങ്കിൽ വിക്രത്തിന് എന്തെങ്കിലും ചെയ്യായിരുന്നു, അവന്മാര് കൈ പോലും അനക്കത്തില്ലായിരുന്നു പറയണം. അത് കേട്ടപ്പോ കമൽ പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്നാലും മാലയിട്ട് എന്റെ കൊച്ചിനോട് അവരിങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്ന് പറയണം. നന്ദിനി പറഞ്ഞു, അമ്മ ഇവിടെ കിടന്ന് പ്രാഗിട്ടൊന്നും ഒരു കാര്യമില്ല. വിക്രമേ, മാലയിടുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അവന്മാരെ എടുത്തിട്ട് ചതച്ചല്ലേ, അപ്പൊ അവന്മാര് പ്രതികാരം ചെയ്താ. അല്ല, അവൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതാ വാസവനുണ്ടല്ലോ, അവൻ പ്രതികാരം ചെയ്തതാന്ന് പറയണം. വാസവനാണ് ഗുണ്ടാഭിലാഷിനെയും കൂട്ടി വന്നേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴേക്കാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നേ. മാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ പരിക്കളും കാര്യങ്ങളും എല്ലാം കണ്ടു. മാഷ് കാര്യം തിരക്കി കഴിഞ്ഞപ്പോ കമലയാണ് പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു, ഇതാ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നേ. ഇപ്പോഴെല്ലാം മാലയിട്ടെ, ഇതിനു മുമ്പ് ചെയ്ത് കൂട്ടി വെച്ച പ്രവൃത്തിയുടെ ഫലം ഇപ്പം നിനക്ക് കിട്ടിയത്. മര്യാദയ്ക്ക് നടക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഒരിക്കലുമില്ല. ഹാമാരൊക്കെ നോട്ട വിട്ട് വെച്ചിരിക്കുക. ഇനി വീടിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ സമയം വിശ്വം പറഞ്ഞു, അച്ഛന് വിക്രം ഒന്നും തെറ്റ് ചെയ്തില്ലല്ലോ. ആ വേദ പറഞ്ഞു, വിക്രത്തെ കുറ്റം പറയണ്ട അച്ഛാ, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്മാർ ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കുകയോ ചെയ്തേ. വേണമെങ്കിൽ വിക്രത്തിന് തിരിച്ച് ആക്രമിക്കായിരുന്നു, പക്ഷെ വിക്രം അത് ചെയ്തില്ല. മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ തെറ്റിക്കല്ലെന്നല്ലേ പറയണേ. കമലയ്ക്ക് ഒരു സന്തോഷം തോന്നി. കാരണം വിക്രം ഒരു തെറ്റ് ചെയ്യില്ല എന്ന് വെറുതെ കൊടുത്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ വിക്രത്തിന് മുന്നിൽ അവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നും അറിയാം. വേദ വിക്രത്തോട് പറഞ്ഞു, വാ എന്ന് പറഞ്ഞൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കയ്യിലും കാലിലും ഒക്കെ ഓയിൽമെന്റ് ഒക്കെ തേച്ച് തടവുവാണ്. ഈ സമയത്ത് കമലയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കമല മുറിയിൽ പോയിരുന്ന് കരയണ സമയത്ത് മാഷ് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ സങ്കടപ്പെട്ട് കരയണമെന്ന് ചോദിക്കാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം മാഷെ, എനിക്കറിയത്തില്ല, പാവം എൻ്റെ മോന്. അത് കേട്ടപ്പോൾ മാഷോട്, നീ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവന്മാരൊക്കെ തക്കം പാർത്തിരിക്കോ, ഒരവസരം കിട്ടാൻ വേണ്ടിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല എങ്ങനെ ആശ്വസിപ്പിക്കണം.
പിന്നീട് വാസവനെ കാണാൻ വേണ്ടി ശ്രീകാന്ത് ചെന്നു. കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ പറഞ്ഞു, അവന്റെ കാര്യത്തിൽ നിന്ന് തീരുമാനം ഉണ്ടാവേണ്ടതായിരുന്നു. നിന്റെ പെങ്ങൾ ഒറ്റയെടുത്ത് കാണണമെന്ന് പറയണ ആര് വേദയോ? അതെ, എന്റെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞോണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാടിക്കിടന്നോണ്ട. അല്ലെങ്കിലുണ്ടല്ലോ ഇന്നത്തോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായനം. പിന്നെ അവളെ എന്തേലും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാതിരുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ശ്രീകാന്ത് പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ. എടാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അവൾക്ക് ഭയങ്കര ജീവന അവനെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കസാര തെറിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആ വിക്രത്തിനെ തീർക്കണം. പക്ഷെ അതിനായിട്ടൊരു സമയം വീണ്ടും കിട്ടണം. അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുക. അവൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ അവന്റെ മുന്നിലേക്ക് ചെല്ലാനായിട്ട്. ശ്രീകാന്ത് പറഞ്ഞു, അവൻ അപകടകാരിയാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, എത്ര അവന്മാരെ വേണേലും അവൻ ഒറ്റയടിക്ക് നേരിടുന്നവന് അതിനുള്ള കൈക്കടുത്ത് അവനുണ്ടെന്ന് പറയാം. വാസവൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. പക്ഷേങ്കില് ഇന്ന് ഒന്നും ചെയ്യാതിരുന്ന നിന്റെ പെങ്ങൾ ഒറ്റയൊരുത്തി കാരണം സാരമില്ല, ഇനിയൊരു അവസരം കിട്ടും. ആ അവസരത്തിൽ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ശ്രീകാന്ത് പറഞ്ഞു, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവന്റെ ശല്യം എനിക്ക് തീർന്നു കിട്ടണം. ഒരു കാരണവശാലും അവന് കമ്പനിയുടെ അധികാരം സ്ഥാപിക്കാനായിട്ട് വരാൻ പാടില്ല എന്നൊക്കെ വാസവനോട് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വാസവൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശ്രീകാന്തെ. ഇനി അതേ കാലം അവന് ആയുസൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. പിന്നീട് വിക്രത്തിനെ ആക്രമിച്ച കാര്യങ്ങളൊക്കെ അനിയൻകുട്ടനും ജോസഫും അവരൊക്കെ അറിയുവാണ്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രാജേട്ടൻ പറഞ്ഞു, പാവം വിക്രം, അവൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ കൈ പൊക്കിക്കൊണ്ട് പട്ടാപ്പകല് ചെല്ലുവോ? ഒരു കാരണവശാലും ഇല്ല. ഈ പറയുന്ന അഭിലാഷനൊക്കെ അറിയാം. ഈ സമയം അനിയൻകുട്ടൻ ചോദിച്ചു, അവനിട്ടൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ആ അഭിലാഷിനിട്ടൊക്കെ അതെ കൊടുക്കണം. അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാം നമുക്ക്. ഇനി എന്തായാലും വിക്രം കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ മലയ്ക്ക് പോയിട്ട് വരാനായിട്ട്. ഉറപ്പായിട്ടും അവനിട്ടൊരു പണി കൊടുക്കാതെ പറ്റില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ പിന്നെ കൈയും കെട്ടി നോക്കിയിരുന്നിട്ടുണ്ട് എങ്ങനെയാ ശരിയാന്ന്. കാരണം അനിയൻകുട്ടനും അവർക്കൊക്കെ നല്ല കട്ടക്കലിപ്പായി. വിക്രത്തെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം വിക്രത്തിന് മനസ്സിലാവും, തന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും തന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചവളാണ് വേദ. തന്റെ എല്ലാമാണ്. അപ്പൊ അവൾക്ക് വേണ്ടിയെങ്കിലും താൻ മാറണ്ടേ എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ ശ്രീനിവാസന്റെ പിടിയിൽ നിന്നും വിക്രത്തെ രക്ഷിക്കാനായിട്ടാണ് വേദയുടെ ശ്രമം. അതെന്താണെങ്കിലും അന്തിമ വിജയം വേദയ്ക്ക് തന്നെയായിരിക്കും. ഉറപ്പായിട്ടും വേദ ജയിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.